പ്രിയങ്കാ ഗാന്ധി എംപിയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി വയനാട്ടിലെ പട്ടികജാതി മോർച്ച പരാതി നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അത് ജനങ്ങളും ഇത്തരത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. പണ്ട് രാഹുൽ ഗാന്ധിയും ഇങ്ങനെയായിരുന്നു, അവിടെ എത്തുന്നത് കുറവായിരുന്നു. ഇപ്പോൾ സഹോദരിയും ആ വഴി തന്നെ പിന്തുടരുകയാണ്. അപ്പൊ കേരളത്തിലെ 2 എംപിമാരെ കാണുവാനില്ല അല്ലേ? ഒന്ന് സുരേഷ് ഗോപി, മറ്റൊന്ന് വയനാട് എംപിയായ പ്രിയങ്ക ഗാന്ധി. ഇത് വയനാട്ടിലെ ഈ പരാതി നേരത്തെ തന്നെ കൊടുക്കേണ്ടതായിരുന്നു. 2019 എം പി ആയിരുന്ന രാഹുൽ ഗാന്ധി മുതലേ അത് കൊടുക്കേണ്ടതാണ്. സാധാരണ ഒരു എം പിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എം പി ആയാലും എം എൽ എ ആയാലും എപ്പോഴും മണ്ഡലത്തിൽ സജീവമായിരിക്കണം. ഇപ്പം നമ്മൾ തരൂരിനെ ചില കാര്യങ്ങളിലൊക്കെ വാഴ്ത്തുന്നുണ്ട്, പക്ഷേ ചില കാര്യങ്ങളിൽ പക്ക പരാജയമാണ്. അത് നമ്മളെപ്പോഴും പറയാറുണ്ട്. തരൂർ തിരുവനന്തപുരത്ത് കിട്ടാറില്ല. തരൂരിനെ ആകെ ഇവിടെ വരുന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മാത്രമെന്നാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോലും പലരും വിളിച്ചാലും കൃത്യമായ മറുപടി കിട്ടുകയോ ഒന്നും തന്നെ ഇല്ല. ഓഫീസൊക്കെ തുറന്നിട്ടുണ്ട്, അതിനൊന്നും ഒരു കുറവുമില്ല, അതിൻ്റെ പരിവാരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം എം പി എം എൽ എ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം. ഇപ്പൊ എം പി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ചിലപ്പോൾ ഓടി നടക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഓഫീസ് സജീവമായിരിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ എം പി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വന്ന പ്രേമചന്ദ്രനെയാണല്ലോ. അതെ, പ്രേമചന്ദ്രൻ കൊല്ലത്ത് സജീവമാണ്. ഇത് 7 ശരിക്കും പറഞ്ഞാൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ എം പിമാരുടെ ഓഫീസ് തുറക്കണം. കാരണം ഇവിടെ ഞാൻ ചോദിച്ചിട്ട് 7 നിയമസഭാ മണ്ഡലങ്ങൾ തരൂരിനെ കാണാൻ വേണ്ടിയിട്ട്, അല്ലെ തരൂരിൻ്റെ ഓഫീസിൽ ദൂരെയുള്ള ഒരാൾ ഇവിടെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തുകെട്ടി. ഇപ്പം അതൊക്കെ അതാത് നിയമസഭാ മണ്ഡലങ്ങളിൽ ആ സ്ഥാനത്തൊരു ഓഫീസ് തുറക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. അവിടെ പരാതി കൊടുക്കുക, അവിടുന്ന് ഇങ്ങോട്ടേക്ക്, അവിടെ പരിഹരിക്കേണ്ടത് അവിടെ പരിഹരിക്കുക, അല്ലോ ഇങ്ങോട്ടാണെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് വിടുക. അത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് പറയണം. ഇപ്പൊ NK പ്രേമചന്ദ്രന്റെ കാര്യം പറഞ്ഞു. പ്രേമചന്ദ്രൻ കൊല്ലത്ത് സജീവമാണ്, പാർലമെന്റിൽ സജീവമാണ്. കൊല്ലത്ത് വികസനത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിറകിലോട്ടല്ല. അതേ അവസരത്തിൽ നമുക്ക് കൊല്ലത്തെ MLA യുടെ കാര്യവും പറയണം. കൊല്ലത്തെ MLA എന്ന് പറയുന്നത് കണ്ടുകിട്ടാനില്ല. അല്ല, പണ്ട് ഇദ്ദേഹത്തിന്റെ പേരിലും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. മുകേഷിന്. അതെ അതെ, വളരെ നേരത്തെ തന്നെ മുകേഷിനെ ഫോൺ വിളിച്ചാൽ മോശമായിട്ട് സംസാരിക്കുന്നു, MLA കണ്ടുകിട്ടാനില്ല എന്നുള്ളതാണ്. അത് പിന്നെ ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. അപ്പം ഈ വയനാട്ടിൽ തന്നെയുള്ള കാര്യം ആലോചിച്ച് നോക്കേ. രാഹുൽ ഗാന്ധിയുടെ കസേരയിലല്ലേ ഒരിക്കൽ SFI പിള്ളേർ വാഴ വെച്ചത്. എനിക്ക് തോന്നുന്നു ഇവരുടെ പ്രിയങ്കയുടെ കസേരയിൽ മിക്കവാറും ചേന വയ്ക്കും. അതായിരിക്കും സാധ്യത. ഇവര് എപ്പോഴാണ് ഇന്നാളെങ്ങാണ്ടോ ഈ അടുത്ത കാലത്തെങ്ങാണ്ടോ ഒരു ദിവസം വന്ന് പാണക്കാടും പോയി, വന്നാൽ പാണക്കാട് പോകും കേട്ടോ. പിന്നെ ഇപ്പുറത്തെ വഴി കൂടെ വന്ന് എല്ലാവരെയും കൈ കാണിച്ച് ഇവർ തിരിച്ചു പോവുകയും ചെയ്തു. MLA MP എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മണ്ഡലത്തിൽ സജീവമായിട്ട് നിൽക്കുക. പ്രധാന കാര്യങ്ങളിൽ ഇപ്പൊ MLA ആണെങ്കിൽ പോലും ഉണ്ടല്ലോ, മണ്ഡലങ്ങളിൽ എല്ലായിടവും ഓടി നടക്കുന്ന ചിലരുണ്ട് കേരളത്തിൽ. MP ചിലപ്പോൾ അത്രയിടത്ത് പറ്റില്ല. അപ്പോൾ പ്രധാനപ്പെട്ട ചില പരിപാടികളിലൊക്കെ എത്തുക. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ഏതാണ്ട് നല്ല സമയം ചെലവഴിക്കേണ്ടതാണ്. കാരണം അവിടെ നമുക്കറിയാൻ 2 ഗ്രാമം പൂർണ്ണമായിട്ട് ഒലിച്ചുപോയി. അതിൻ്റെ പുനരധിവാസം ഒന്നും തന്നെ ഇതുവരെയും പൂർത്തിയായിട്ടില്ല. 1 വർഷം കൃത്യമായിട്ട് പിന്നിട്ടു. സർക്കാരിൻ്റെ സഹായം അവിടെ വേണ്ടത്ര എത്തിയിട്ടില്ല. അപ്പോൾ അവിടെ ആ പ്രദേശത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടെ വിപുലമാക്കാൻ കഴിയും. ഇതെന്തുകൊണ്ടാണെന്നറിയാമോ? അവിടെ തിരിഞ്ഞു നോക്കാത്തത്. ഇവർക്ക് വന്ന് നിന്ന് ജയിച്ചു പോകാനുള്ള ഒരു ഇടം. ഇനി അവിടെ നോമിനേഷൻ കൊടുത്തിട്ട് ഇവർക്ക് ഇറങ്ങി പ്രവർത്തിക്കുക പോലും വേണ്ട, വീട്ടിൽ പോയിരുന്നാൽ മതി, ഇവർ വിജയിക്കും. കാരണം കോൺഗ്രസിന് അത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടമാണ് വയനാട്. ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും വിജയിക്കും. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സീറ്റ് വിഭജനത്തിന്റെ കാര്യം വരുമ്പോൾ കോൺഗ്രസിനകത്ത് ഇവിടെ പലരും മത്സരിക്കുന്നത്. ഈ സിദ്ദിഖ് കുറെ കാലം നോക്കി നടന്നതാണ് വയനാട്ടിലെ MP ആയി പോകാനായിട്ട്. സിദ്ദിഖ് 2019 പോസ്റ്റർ അടിച്ച് ചുവരെഴുത്തും തുടങ്ങിയപ്പോഴാണ് രാഹുൽ ഗാന്ധിക്ക് അവിടെ രക്ഷയില്ല, ഇവിടെ എവിടെയെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ മാറിക്കൊടുത്താലല്ലേ പറ്റത്തുള്ളൂ, വേറെ ഒരു തർക്കവും ഇല്ല, മാറിക്കൊടുത്തു.
കാരണം ആ ചെക്കനെ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് ഓടിച്ചു വിട്ടിരിക്കുകയാണ്. 24 വന്നപ്പോൾ രണ്ടിടത്തും കൂടെ മത്സരിച്ചു. അവിടെ ഇടം കിട്ടിയപ്പോൾ ഉടനെ ഇത് കളഞ്ഞിട്ട് പോയി. ഉടനെ പെങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ ചാർത്തുകയും ചെയ്തു. നോക്കണേ, ഇത് ഈ പരാതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരവത്തിൽ അത് പോലീസ് എടുത്തിട്ട് ഇത് അന്വേഷണം നടത്തണം. എന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യണം, അല്ലേ? കാരണം ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ഇങ്ങനെ ഒരു സാധ്യത എപ്പോഴും കൊടുക്കണമെന്നുള്ളത്. നമ്മുടെ ഏറ്റവും അധികം കേരളത്തിലെ തന്നെ ഒരു പിന്നോക്ക ജില്ലയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ വന്യജീവി പ്രശ്നം, അങ്ങനെ വികസനപരമായ പല ബുദ്ധിമുട്ടുകളും ഉള്ള ഒരു ജില്ലയിലാണ് അവിടുത്തെ MP സജീവമല്ലാത്തത്. ഇവർക്ക് ഈ ചില പ്രശ്നങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഈ പ്രിയങ്ക ഗാന്ധി ഇറങ്ങിക്കൊണ്ട് കേരളത്തിലെ ഭരണം പിടിക്കാൻ എളുപ്പമാണ്. കാരണം ഈ പറഞ്ഞ വന്യമൃഗശല്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നു. പിന്നെ ഓരോ മഴക്കാലവും അവിടെ ജനങ്ങൾ വളരെ ഭീതിയോടെയാണ് കഴിയുന്നത്. ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ പുനരധിവാസം പൂർണ്ണമായിട്ടില്ല. അപ്പൊ ഇവരെ മുന്നിൽ നിർത്തണം. ഇവരൊക്കെ രാജകീയ സുഖത്തിൽ നിൽക്കുന്നവരാണ്. അത് കൊട്ടാരം വിട്ടിറങ്ങാനായിട്ട് തയ്യാറാകുന്നില്ല. നോമിനേഷൻ കൊടുക്കാൻ വിമാനമാർഗം നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങുന്നു. അവിടുന്ന് ഹെലികോപ്റ്ററിൽ പിന്നെ ബത്തേരിയിലോ മറ്റോ കൽപ്പറ്റയിൽ വന്നിറങ്ങുന്നു. നോമിനേഷൻ കൊടുക്കുന്നു. ഒറ്റ കൈവീശൽ നടത്തി സ്ഥലം വിടുന്നു. കാരണം ഇവർക്കൊന്നും വെയിൽ കൊള്ളാൻ വയ്യ. അവിടുത്തെ കാലാവസ്ഥയിൽ അവർക്ക് പറ്റത്തില്ല. ഇവരവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു MP ആ മണ്ഡലത്തിൽ വീടെടുത്ത് താമസിക്കണം. ഇപ്പോൾ നോക്കിക്കുക, കോന്നി MLA ആയിരുന്ന അടൂർ പ്രകാശിനെ ആറ്റിങ്ങൽ കൊണ്ടുപോകും. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് വീടെടുത്ത് താമസിക്കുക. എന്തിന്? മത്സരിക്കുന്ന ഇടമെല്ലാം തോറ്റിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് പോയിട്ട് ഇതുവരെ തിരിച്ച് തിരുവനന്തപുരത്ത് വന്നിട്ടില്ല. ഉള്ള കാര്യം പറയണമല്ലോ. ഇപ്പൊ പണ്ട് തിരുവനന്തപുരത്ത് എന്തിനും ഏതിനും ഉള്ളത് ആളാണ്. ഇപ്പൊ തിരുവനന്തപുരത്തുകാർക്ക് കാണാൻ കഴിയുന്നില്ല ഇദ്ദേഹത്തെ. കാരണം അദ്ദേഹത്തിന് അതുകൊണ്ടാണ് രണ്ടാമത്തെ തവണയും വിജയിച്ചു. 2024 ഭൂരിപക്ഷം 1,00,000. അത് മോശപ്പെട്ട ഭൂരിപക്ഷമൊന്നും അല്ലല്ലോ. അപ്പൊ പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടുത്തെ കാസർഗോഡ് ജനങ്ങളുമായിട്ട് നല്ലവണ്ണം ഇടപഴകി എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണല്ലോ പ്രിയങ്ക ഗാന്ധിക്ക് എന്താ കൊമ്പുണ്ടോ? പ്രിയങ്ക ഗാന്ധിയുടെ കുഴപ്പം എന്താ? വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ അവരവിടെ ഇല്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അതിപ്രധാനമായിട്ടുള്ള ഒരു യോഗം എവിടെ? അഹമ്മദാബാദിലായിരുന്നു തോന്നുന്നു. നടന്നു. അവരില്ല അവിടെ. രാഹുൽ ഗാന്ധി ചില സമയത്ത് പോലും പാർലമെന്റിൽ ഇല്ലാതെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള തെറ്റ് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കേരളത്തിൽ ഒരു നല്ല MP കാണുന്നത്. ഇപ്പൊ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞു ഇവർ കേസ് കൊടുത്തു. സുരേഷ് ഗോപി, ഞാൻ ചോദിച്ചോട്ടെ, തൃശ്ശൂരിന്റെ MP മാത്രമല്ല, കേന്ദ്ര സഹമന്ത്രി കൂടിയാണ്. അദ്ദേഹത്തിന് മറ്റു ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇപ്പൊ ഛത്തീസ്ഗഡിലെ വിഷയം വെച്ചാണ് സുരേഷ് ഗോപിയെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞത്. അതിന് ഛത്തീസ്ഗഡിലേക്ക് കേന്ദ്ര സർക്കാർ ആളിനെ വിട്ടിട്ടുണ്ട്. BJP നേതൃത്വവും വിട്ടു. കേരളത്തിലെ BJP ഘടകവും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ വിട്ടു. സുരേഷ് ഗോപി ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലാതെ ഇവിടെ വന്നു നിന്ന് ഈ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് ഞെളിഞ്ഞു നിന്ന് പറയേണ്ട കാര്യം ഇല്ല. അതിന് ഔദ്യോഗികമായിട്ടുള്ള ഭാഷ്യം കൊടുക്കാൻ ആളുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ MP-മാരായിട്ട് ചിലർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഈ ശശി തരൂർ പോലും MP എന്നുള്ള രീതിയിൽ വൻ പരാജയമാണ്. എനിക്ക് തോന്നുന്നു ഇനി അടുത്ത കാണുവാനില്ല എന്നുള്ള പരാതി വരാൻ പോകുന്നത് തരൂരിനെ ആയിരിക്കും. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ എത്രയും പെട്ടെന്ന് പോലീസ് പിടികൂടുകയാണ് വേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.